കർത്താവിനെ അറിയുവാൻ പെന്തോ ആകണോ? പാസ്റ്റർ കെ.വി. തോമസിന്റെ വെളിപ്പെടുത്തലുകൾ കേട്ട AG സഭാംഗമായ ഒരു പെന്തക്കോസ്തച്ചായൻ ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. കൊല്ലം കുണ്ടറനാണ് വിളിക്കുന്നത്. ഞാൻ ഒരുപാട് നാളുകൾ കൊണ്ട് സാറിന്റെ ഈ ചർച്ചകളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഇരുന്നപ്പോ ഒരു IPCയിലെ കെ.വി. തോമസ് പാസ്റ്ററിന്റെ ഒരു ചർച്ച ഞാൻ കേട്ട്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡാണ് കേട്ടത്. അപ്പൊ ഞാനൊരു സാധാരണ വിശ്വാസിയാ. 15 വർഷം കൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുക. ഏത് കൂട്ടായ്മയിലാ? കൂട്ടായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പത്തിലായിരുന്ന സമയത്ത് അവിടെ നടന്ന കൂട്ടായ്മയിൽ പോകുമായിരുന്നു. IPC കൂട്ടായ്മയിൽ പോകുമായിരുന്നു. ഇപ്പോൾ അസംബ്ലി കൂട്ടായ്മയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഇന്ന സഭയോട് അങ്ങനെ താല്പര്യമില്ല. പക്ഷേ ദൈവവചനത്തോട് മാത്രം താല്പര്യമുണ്ട്. അതുകൊണ്ട് വചനം അനുസരിച്ച് ജീവിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് കെ.വി. തോമസ് പാസ്റ്റർ 32 വർഷം ശുശ്രൂഷിച്ചിട്ട് 42 വർഷം IPCയുടെ കുറവുകൾ പറഞ്ഞപ്പോഴേ സാധാരണക്കാരെ വിശ്വാസികളെ അവരുടെ ആത്മീയ ജീവിതത്തിലെ അവർ പുറമോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഈ പാസ്റ്ററിന്റെ വായിൽ ഞങ്ങൾ കേട്ടത്. അല്ല, പുറകോട്ട് പോകാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുഴിക്കകത്ത് നമ്മളിപ്പോ അമേദ്യത്തിനകത്ത് വീണ് കിടക്കുവാണെന്ന് നമുക്കും അറിയാം, കാണുന്നവർക്കും അറിയാം. അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ സാറേ? നമ്മളെല്ലാം മനുഷ്യരാണ്. പുരോഹിതനും വിശ്വാസിയും പാസ്റ്ററും എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും ബലഹീനരാണ്. എല്ലാവർക്കും ദൈവം ഓരോ ഉദ്യോഗം കൊടുത്തിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവം എനിക്ക് തന്ന ഉദ്യോഗം ഞാൻ നിറവേറ്റി എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമേ ഉള്ളൂ പൗലോസ് അപ്പോസ്തലന് പോലും. അപ്പോൾ ഈ പാസ്റ്റർ 32 വർഷം IPCയുടെ ശുശ്രൂഷകനായിട്ട് അനേകരെ സ്നാനപ്പെടുത്തുകയും വിശ്വാസത്തിൽ കൊണ്ടുവരികയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു, പക്ഷെ ഞാൻ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾക്ക്, അതായത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ് കർത്താവ് എല്ലാ കാര്യം പറഞ്ഞേക്കുന്നത്. അതുപോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടേണ്ടോന്ന് രക്ഷപ്പെടാം, അല്ലത്തിൽ ആ കുഴിക്കകത്ത് തന്നെ വീണ് കിടക്കാം. ഇല്ല സാറേ, ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്താണ് രക്ഷപ്പെടേണ്ടത്? വിശ്വാസത്തിൽ നിന്നും പിൻവലിച്ച് നമ്മൾ പിന്മാറി ലോകമനുഷ്യരുടെ കൂടെ അല്ല, ലോകമനുഷ്യരുടെ കൂടെ ജീവിക്കുന്നു. നിങ്ങൾ പിന്നെ വേറെ ആരുടെ കൂടെ ജീവിക്കുന്നത്? ലോകമനുഷ്യർ ചെയ്യുന്ന സകലമാന പ്രവർത്തനങ്ങളും താങ്കൾ ചെയ്യുന്നുണ്ട്. എനിക്ക് സാറിന്റെ ഈ എല്ലാ ചർച്ചകളും ഇഷ്ടം, വളരെ ഇഷ്ടം. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതിനെ എന്റെ സമുദായത്തെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. തെറ്റാണെന്ന് അറിഞ്ഞാലും ഞാൻ ഇതിനെ സഹിതത്തില്ല എന്നല്ലേ? അപ്പൊ ഞാൻ ഒരു ലോകപ്രകാരം ലൗകികമായി ജീവിക്കുന്ന മനുഷ്യനെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കി കിട്ടുന്ന പൈസ വെള്ളം അടിച്ച് വഴക്കുണ്ടാക്കി നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സമയത്ത് ആരുടെങ്കിലും വചനം കേട്ട് അവൻ രക്ഷ പ്രാപിച്ച് നല്ലൊരു കൂട്ടായ്മയിൽ നല്ലവനായി ജീവിച്ച് അവന്റെ കുടുംബത്തിന് സമാധാനം വന്നാൽ അത് നല്ലതല്ലേ സാറേ? അല്ല, അത് നല്ലതാണെന്നോർത്ത് വരികയും അവൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അവസാനം ഇതെല്ലാം ഉടായ്പാണ്, ഇതുപോലെ പറ്റിച്ച് വിശ്വാസികളെ പറ്റിച്ച് കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കിയ 42 വർഷം ശുശ്രൂഷിച്ച ഒരു മനുഷ്യനാണ് പറയുന്നത്. ഇപ്പം ഈ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ഇതുപോലുള്ള പൈശാചിക കൂട്ടായ്മകളുടെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നതിന്റെ സാരം. ഇപ്പൊ താങ്കൾ പറയുന്നു ഇപ്പൊ ഇതുപോലെ ഒരു AGയോ IPCയോ അല്ലെ X or Y ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യമുണ്ടോ താങ്കൾക്ക് കർത്താവിനെ അറിയുവാനും അതുപോലെ ജീവിക്കാനും? നമ്മുടെ കുടുംബത്തിൽ അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും പെങ്ങളും അനിയനും കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ജീവിക്കുന്നത് പോലുള്ള സന്തോഷമാണോ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ അപ്പനും അമ്മയും മക്കളും ഇടപെടുന്നിടത്ത് പിരിവുണ്ടോ? മക്കൾ അപ്പന് ദശാംശം കൊടുക്കുവോ? ഇല്ല സാറേ. അപ്പം പിരിച്ചു മേടിക്കുവോ? അപ്പം കുടുംബങ്ങളെ മറ്റു തരത്തിലുള്ള ചൂഷണം ചെയ്യുവോ? നമ്മളെ വചനം ബൈബിൾ വായിച്ചപ്പോൾ വചനത്തെ കാണുന്നത് നമുക്ക് 100 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയും നമ്മളല്ല അതിന്റെ അവകാശികള്. അത് അന്യരും പരദേശികളും ബലഹീനരും ദരിദ്രരും എല്ലാവരും അതിന്റെ ഓഹരിക്കാരാ. ഇപ്പൊ അച്ഛൻ എത്ര സ്ഥലമുണ്ട്? എനിക്ക് ചെറിയൊരു വീട് 20 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അത് നാട്ടുകാർക്ക് കൊടുക്കാത്ത എന്ത്? എന്തിനാ നമുക്ക് ഇതിന്റെ ആവശ്യം? എന്തിനാ കർത്താവ് പറഞ്ഞേക്കുന്നത്? പക്ഷികളെ നോക്കുവിൻ, പറവകളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരെ സൂക്ഷിക്കുന്നില്ല. എന്തിനാ ചായ വീടും സ്ഥലമൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കത്തൂടെ? ലോകമനുഷ്യരുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് 2 കമ്പാരിസൺ പറഞ്ഞു. താങ്കൾ എന്തായാലും ലോകമനുഷ്യൻ തന്നെയല്ലേ? ഈ ലോകമനുഷ്യൻ ഈ ലോകത്തിലുള്ള മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വീടുണ്ട്, സ്വത്തുണ്ട്, വസ്തുവകളുണ്ട്, മക്കളുണ്ട്, വിവാഹ ജീവിതം കഴിക്കുന്നു, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഏക ചെയ്യുന്ന സാധനം ഈ പറയുന്ന പോലെ AG പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്കളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് മാനസികമായ ഒരു വെറും തോന്നൽ മാത്രമല്ലേ? താങ്കൾ എന്തോ രക്ഷിക്കപ്പെട്ടെന്നോ ഏതോ വിശുദ്ധ ഗണമാന്നൊക്കെ ഉള്ള വെറും തോന്നൽ മാത്രമല്ലേ അത്? അങ്ങനെ സാറിനോട് നമുക്ക് ഒരു കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വചനം അറിയാവുന്ന ഞാൻ പറഞ്ഞ ഉത്തരം തന്നാ മതി ചായൻ. സാർ പറഞ്ഞതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏകനായി ഏതെങ്കിലും കടത്തിന് കിടന്ന് ആരും തരുന്ന കഴിച്ച് ജീവിക്കണമെന്നാണോ സാർ പറഞ്ഞത്? കർത്താവ് എന്ത് മാർഗം കാണിച്ചു തന്നെ?
അല്ല ഞാൻ ചോദിക്കാം കർത്താവ് ഏത് മാളികയല്ല താമസം? കർത്താവ് ഏത് കൂട്ടായ്മ? AG-യിലായിരുന്നു, IPC-യിലായിരുന്നു, ഏതിലാ കർത്താവ്? നമ്മളെല്ലാം കർത്താവിനെ പോലെ അവൻ സാറും കർത്താവിനെ പോലെ ആവാൻ പറ്റുമോ? ഞാനാന്ന് പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ കർത്താവിനെ പോലല്ലോ. ഈ കർത്താവിനെ പോലെ ആണെന്നും കർത്താവിന്റെ പാത പിൻപറ്റുകയാണെന്നും വിശുദ്ധിയും വേർപാടെന്നും പറഞ്ഞിട്ട് ഇവമാര് കാണിക്കുന്ന ഈ തെണ്ടിത്തരം കണ്ടിട്ടാണ് 42 വയസ്സുള്ള ഒരു അപ്പച്ചൻ പറയുന്നത് ഇതിനകത്തൊന്നും ഒരു പുല്ലുമില്ല, എന്റെ 42 വർഷം പാഴായി എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കാൻ കാരണം അദ്ദേഹത്തിന് ആ സത്യം മനസ്സിലായോണ്ടാ. സാർ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മയാലും തിന്മയാലും തക്ക പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനിങ്ങനെയുള്ള ഈ പൈശാചിക കൂട്ടായ്മകളുടെ ആവശ്യം എന്തിനാ? അങ്ങനെയാണെന്നിരിക്കെ അവനവന്റെ നന്മയ്ക്കും തിന്മയ്ക്കും വേറെ ആരും ഓഹരി പിടിക്കാൻ വരത്തില്ല. മക്കളും വരത്തില്ല, കുടുംബം വരത്തില്ല, പള്ളിക്കാരനും വരത്തില്ല, പാസ്റ്ററും വരത്തില്ല, പട്ടക്കാരൻ വരത്തില്ല. പിന്നെ ഇവന്മാരെ കൂട്ടുപിടിക്കുന്ന എന്തിന്? ഇവരുടെ ദൈവം വയറെന്ന് കർത്താവ് പറഞ്ഞ ഇവന്മാരെ കുറിച്ചല്ലേ? അത് അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കും. നിങ്ങൾ പറ, നിങ്ങളുടെ ഏജിലെ നിങ്ങളുടെ സഭയുടെ നിങ്ങളുടെ മൂപ്പൻ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ആള് ദരിദ്രനാണോ സമ്പന്നനാണോ? എത്ര കോടിയുടെ ആസ്തിയുണ്ട്? എങ്ങനെ വന്നതാ സഹോദര അത്? അല്ല, ഇദ്ദേഹത്തിന് വന്ന പൈസ എങ്ങനെ വന്ന പറ? അദ്ദേഹത്തിന്റെ തലമുറകളായിട്ട് ഉണ്ടാക്കിയതാണോ? അദ്ദേഹം തിരഞ്ഞെടുത്ത ജോലിയാണ് പുരോഹിതയുടെ അച്ഛനാണെങ്കിലും മഹാപുരോഹിതനാണെങ്കിലും ഇതല്ലേ ചെയ്യുന്നത് സാർ. അതുകൊണ്ടാണ് കർത്താവ് ചാട്ട എടുത്ത് അടിച്ച് ഓടിച്ച് ഇവന്മാരെ കൊണ്ട് ഇവന്മാരുടെ അടുത്ത് പരിസരത്തുകൂടെ പോലും പോരെന്ന് പറഞ്ഞതുകൊണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഇവന്മാരുടെ ഈ പന്നന്മാരുടെ കുടുംബം കലകുകളുടെ പരിപാടിക്ക് പോകുന്നതിന് സാർ ദേവാലയത്തിൽ വസിക്കുന്നവർ ദേവാലയത്തിൽ നന്നുകൊണ്ട് ജീവിക്കുന്ന പഴയ നിയമത്തിൽ കർത്താവ് ഉദ്ദേശിച്ച ദേവാലയം ഏതാ? ഈ കള്ളപ്പാസ്റ്റർമാരും പാതിരിമാരും ഉണ്ടാക്കിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണോ? ഹൃദയമാകുന്ന ദേവാലയം, കർത്താവ് ഉദ്ദേശിച്ച മനസ്സാകുന്ന ദേവാലയമാ. അവിടെയാണ് പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നത്, ദൈവാത്മാവ് കുടികൊള്ളുന്നത്. അല്ലാതെ ഈ കള്ളപ്പാസ്റ്റർമാരെ വിശ്വാസികളെ പറ്റിച്ചുണ്ടാക്കിയ കെട്ടിടത്തിലല്ല. ആണോ? അത് സാറേ, ഒരു മനുഷ്യൻ മുല്ലപ്പൂ മുടിയേറ്റ് കിടക്കും കല്ലിനുണ്ടൊരു സൗരഭ്യം നമ്മൾ അതേത് വായിക്കുവോ? വചനമല്ല. ഒരു കവി പണ്ട് എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചപ്പം കേട്ട പാട്ട്, മുല്ലപ്പൂമ്പടിയായിട്ട് കിടക്കും കല്ലിന് വേണ്ട സൗകര്യം. അതുപോലെ ഈ വൃത്തികെട്ട പാച്ചർമാരുടെ കൂടെ അവന്മാരുടെ സംസർഗത്തിൽ കിടക്കുന്ന നിങ്ങളൊന്നും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാനാ പാവം അപ്പച്ചൻ പറഞ്ഞത്. സാർ ഞാനൊരു കാര്യം പറയാം, എൻ്റെ അനുഭവം പറയില്ല സാർ. ഞാനും വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു സാധാരണക്കാരൻ മനുഷ്യനാണ് സാർ. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനമാർഗത്തിനായിട്ട് 20 വയസ്സുള്ള സമയത്ത് നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ ദൈവം എനിക്കൊരു വഴി തന്ന് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്ത് അനേകർ വഴിമധ്യം മരിച്ചു, കുടിയന്മാരായി പോയി, നശിച്ചു പോയി. ആ സ്ഥാനത്ത് നമ്മളെ നീതിമാനായി നേരുള്ളവനായി ജീവിച്ച് അത് അച്ഛനെ വിളിക്കുന്ന ദൈവം മാത്രമാണ്. ബാക്കി ഈ കോടാനുകൂടി ഈ വസിക്കുന്ന ആളുകൾക്കും അതുപോലൊക്കെ തന്നെയല്ലേ നമ്മളെ വിശ്വസിക്കുന്ന ദൈവം. അതാണ് അച്ഛായ മുണ്ണയാകരുതെന്നാണ് അച്ഛൻ പറഞ്ഞ ഉദ്ദേശം. ഇങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിൽ അടിപ്പിച്ചേക്കുക. ഇതെന്തുണ്ടായാലും അത് ഈ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടായാലും അത് ദൈവം തന്നതാണെന്നും തിന്മയുണ്ടായാലും അത് സാത്താനാണെന്നും പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ പിടിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ ആ മറ്റേ കൂടിനകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുക, കാള ചക്ക് വലിക്കുന്ന പോലെ. സത്യമാകുന്നതുകൊണ്ട് അച്ഛൻ ചിരി വരുന്നത്. അത് പക്ഷെ മനസ്സിലാക്കൂല. ഇതൊക്കെ സത്യമാണ്, പക്ഷെ ഞാൻ നന്നാകൂല. ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് പറയാം. വിശ്വാസി വചനത്തിൽ പറഞ്ഞുകൊണ്ട് വചനം എടുത്ത് അച്ഛനെ വായിച്ചു നോക്ക്. കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റേ? നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ നിന്റെ ഇന്ദ്രിയങ്ങളാകുന്ന അറകളുടെ വാതിലടച്ച് നിന്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാനാ കർത്താവ് പഠിപ്പിച്ചേ. ഈ അലറി വിളിച്ച് സൂത്രം പറയാൻ എവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ദുഃഖത്തിലും നമുക്ക് ആരോടും അത് കുടുംബ കൂട്ടായ്മകളാകാം. ഇതിപ്പോ ഈ സമാന മനസ്കരായ ഈ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ തമ്മിൽ കൂട്ടായിട്ടിരുന്ന് പഴയ ആദ്യകാലത്ത് കൂട്ടായ്മ ആചരിച്ച പോലെ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ വരട്ടെ. അതിനീ പ്രസ്ഥാനമാക്കി പിരിവും കൊള്ളക്കാര് തലവന്മാരും ഒക്കെ വരുമ്പോഴാണല്ലോ ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് പൈസ ഇടപാടിന്റെ ആവശ്യം വന്നിരിക്കുന്നു കർത്താവിനെ വിളിക്കാൻ. കുടുംബ കൂട്ടായ്മകൾ വരട്ടെ, ഫെലോഷിപ്പുകൾ വരട്ടെ. ഞാൻ പറയുന്നത് സാർ, കേരളത്തിലെ ഏതൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് എടുത്താലും അത് RCO LCO അതുകൊണ്ട് ഇങ്ങനെ കൊള്ളക്കാരന്മാർക്ക് പല ഗ്രൂപ്പുകൾ ഉണ്ടാവുക. അതുകൊണ്ട് കൊള്ളക്കാരന്മാർക്ക് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ? വചനം വായിച്ചപ്പോൾ വചനത്തിൽ നിന്ന് സത്യം മനസ്സിലായപ്പോൾ ആ വചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വചനപ്രകാരം ജീവിക്കാൻ യുവമാർ ആവശ്യം എന്തിന്? വചനപ്രകാരം ജീവിക്കാൻ വേണ്ടി ഈ തീവട്ടി കുടുംബം കലക്കി പാച്ചന്മാരുടെയോ കള്ളപ്പാതിരിമാരുടെയോ ആവശ്യം എന്തിന്? നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പല ബോർഡുകൾ കാണുന്നുണ്ടല്ലോ. സ്പീഡ് കുറച്ച് പോകണം, ഇടത്തോട്ട് ചെയ്യണം, വലത്തോട്ട് ചെയ്യണം, അവർ പാർക്ക് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. എന്തിനാ സാർ തന്നേക്കുന്നത്? അതുപോലാണോ ഇത്? വഴി നിന്ന് വ്യഭിചാരം ചെയ്തുകൊണ്ട് നിൽക്കുന്നവൻ വഴിയെ കൂടെ പോകുന്നുണ്ട് പറയുകയായിരുന്നു, വ്യഭിചാരം പാവമാണ് മോനെ, വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്ന് പറയുക. അവൻ വഴി നിന്ന് വ്യഭിചാരം നാട്ടുകാർ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. അവനാണ് പറയുന്നത് വ്യഭിചാരം പാവമെന്ന്. അതുപോലെ കൊള്ള പിടിച്ചുപറിക്കാരൻ പട്ടാപ്പകല് വഴിയെ കൂടെ പോകുന്നതിനെ പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നവൻ പറയുകയാണ്, ഉപദേശിക്കുകയാണ്, അയ്യോ പിടിച്ചു പറിക്കരുതേ, പാവമാണേ, നിങ്ങൾ നരകത്തിൽ പോവും, ന്യായവിധി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഒരുത്തന്റെ കഴുത്തറത്തുകൊണ്ടിരുന്ന് അവന്റെ നിക്കറിനകത്ത് കിടക്കുന്ന പൈസ പിടുങ്ങിക്കൊണ്ടിരിക്കുന്ന വിളിച്ചു പറയുക. ആ പണി ചെയ്യുന്ന ഈ കള്ള റാസ്കലുകളായ ഈ പാച്ചർമാരെയും പാതിരികളുമാണ് ഈ പണി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? എല്ലാം ശരിയായെങ്കിൽ ഈ 2 പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. ഒന്നേ അവൻ കൊള്ളക്കാരനാണെങ്കിൽ അവൻ കൊള്ളയ്ക്ക് പോവുക, അവന് റിസർവ് ബാങ്ക് കൊള്ളടിക്കാനോ നാട്ട് പിടിച്ചു പറിക്കാനോ പോവുക. വചനവും വേദപുസ്തകവും കൈവച്ചുകൊണ്ട് ഈ 2 പണിയും കൂടെ എന്തിനാണ് അവൻ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്.
ഒന്നേ അവൻ അധമനായിട്ട് ജീവിക്കുക, അല്ലെ വചനപ്രകാരം ജീവിക്കുക. ഇത് ഇവന്മാരെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇവൻ മാല ഉപയോഗിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ പെന്തക്കോസ്ത പെണ്ണുങ്ങൾ മാല ഉപയോഗിക്കത്തില്ല, പക്ഷേ 10-25,000 രൂപയുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ ആഡംബര 10-50 ലക്ഷം രൂപയുടെ 1 കോടിയുടെ ആഡംബര കാറുകൾ ഉപയോഗിക്കാം. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയുടെ സൂട്ടും കോട്ടും ഉപയോഗിക്കാം. പക്ഷേ അരപ്പവന്റെ സ്വർണ്ണം വിട്ട വചനവിരുദ്ധമാണ്. ഇങ്ങനെയുള്ള ഉടായിപ്പൊക്കെ ഇവരെയൊക്കെ ആളുകൾ കാർക്കിച്ച് തുപ്പുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ആ അച്ചായനുണ്ടായി. അതുകൊണ്ടാണ് അതൊക്കെ അവസാനം എന്താ പറയുക, അദ്ദേഹത്തിന് 70-75 വയസ്സാകാൻ പോകുന്നു. അതൊക്കെ അവസാനമെങ്കിലും അങ്ങനെ ഒരു വെളിപ്പെടുത്തലാത്ത സ്വന്തം ജീവൻ പോയാലും നമ്മൾ ഒരിക്കലും ദൈവത്തെ കഥാനുസരിച്ച് പറയൂ സാർ. കർത്താവും ഈ കർത്താവിനെ വിറ്റ് നിൽക്കുന്ന വചനം വിറ്റ് നിൽക്കുന്ന ഈ ആഭാസന്മാരും തമ്മിൽ എങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റും? കർത്താവിനെ ഇവന്മാർ അറിയുമോ? കർത്താവിനെ ഇവന്മാരറിയാത്ത, ഇവന്മാരെ കർത്താവ് അറിയാത്ത ഈ വേട്ടാവളിയന്മാരെയും കർത്താവും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യരുത്. ഇത് ക്രിസ്തുവായിട്ടോ ദൈവസഭയായിട്ടോ ഇവന്മാരെ കമ്പയർ ചെയ്യരുത്. ഇത് പൈശാചിക കൂട്ടായ്മ ക്ലബ്ബുകളില്ലേ നമ്മുടെ നാട്ടിലെ? എന്തായാലും അന്ത്യനാഴികയില് കർത്താവ് ഓരോരുത്തർക്കും പ്രതിഫലം വിധിച്ചു കൊടുക്കാൻ നമ്മളെ വരുത്തുമ്പോൾ നമ്മളെ ദൈവം അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല. ഇവന്മാരെ അറിയുമോ? ഇപ്പൊ ഞാൻ പറയാം, ഇവന്മാരുടെ പ്രവർത്തി വെച്ച് ഇവന്മാരെ ദൈവം അറിയുമോ? കഷത്തെ ഈ വേദപുസ്തകം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭാസതരങ്ങളും കുൽസിത പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്ന രണ്ടും കെട്ട ജീവിതം നടത്തുന്ന ഇവന്മാരെ കർത്താവ് അറിയുമോ? ആദ്യത്തെ ന്യായവിധി ഇവന്മാർക്കായിരിക്കത്തില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ശിക്ഷയ്ക്ക് യോഗ്യന്മാരാണ്. അങ്ങനല്ലേ? അത് പറഞ്ഞ അച്ചായനന്തരം നോക്കേണ്ടത് എന്താ? ഈ പറയുന്ന പൈശാചിക കൂട്ടായ്മകളിൽ പന്നിക്കൂട്ടങ്ങളിൽ പെട്ടുപോകാതെ കർത്താവിനെ അറിഞ്ഞ് വീട്ടിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ന്യായവിധി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അവസാനം എന്ന് പറഞ്ഞാൽ അച്ചായന്റെ അവസാനമാണ്. അച്ചായന്റെ അവസാനം ഇത് കഴിഞ്ഞ 2000 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ബലഹീനനാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ മനുഷ്യനാണ്. അങ്ങനെ ആയിരിക്കും മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ദൈവം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനുഷ്യനാണോ പറയുന്നില്ല. പക്ഷെ ഞാൻ സാറിന്റെ ചർച്ചയില് അനേക നാളുകൊണ്ട് കേട്ടിട്ട് ഒരു പ്രാവശ്യം വിളിക്കണം എന്ന ആഗ്രഹം കൊണ്ട് പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടിയത് കൊണ്ട് അച്ചായ വളരെ സന്തോഷം. ഇപ്പൊ പാസ്റ്റർ തോമസ് അച്ചായൻ പറഞ്ഞ കാര്യങ്ങൾ സശ്രദ്ധം കേൾക്കുക, അന്നേരം കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ കൂട്ടായ്മ വന്നിട്ട് 42 വർഷമായോ? ഇല്ലല്ലോ, 35 വർഷം. ഈ 42 വർഷമായ മനുഷ്യൻ പറയുന്ന അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് പുള്ളി പറഞ്ഞത്. അത് മനസ്സിലാക്കുക, എന്നിട്ട് ആലോചിക്കുക. എന്റെ 25-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തെ ശരിയായിട്ട് സ്പഷ്ടമായിട്ട് അറിഞ്ഞത് മനസ്സിലാക്കി. അതിനുശേഷം ഇപ്പം 65 വയസ്സായി. ജോലി ഉണ്ടായിരുന്നു. ജോലി 68 വയസ്സ് റിട്ടയർഡായി നാട്ടിൽ വന്ന് കുടുംബത്തില് കുഞ്ഞുങ്ങളുണ്ട്, വിവാഹം കഴിഞ്ഞ് വിട്ടു, കൊച്ചുമക്കളുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷം. കൂട്ടായ്മകളാകാം, കുടുംബ കൂട്ടായ്മകളാകാം. അതിന് ഏതെങ്കിലും ഒരു ലേബലിന്റെ ആവശ്യമില്ല. അതിന് ഏതെങ്കിലും തീവട്ടി കൊള്ളക്കാരന്മാർ തലവന്മാരായിട്ട് ആവശ്യമില്ല. ക്രിസ്തുവിന്റെ കൂട്ടായ്മയ്ക്കോ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയ്ക്കോ അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു. ക്രിസ്തു മധ്യസ്ഥനായിട്ട് നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വേറെ ഒരുത്തനും ഇടയ്ക്ക് ഡോക്ടർമാരായിട്ട് നമുക്ക് വേണ്ട. നമ്മുടെ കർത്താവിന്റെ ഇടയ്ക്ക് വേറെ മധ്യസ്ഥന്മാരോ മറ്റുള്ള ഇടനിലക്കാരോ പാച്ചർമാരോ ഇവരോ നമുക്ക് ആവശ്യമില്ല. സാർ, നമ്മുടെ മുമ്പ് 2 വഴിയുണ്ട്. അത് വിശാലമായ വഴിയുണ്ട്, ഇടുങ്ങിയ വഴിയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിശാല വഴി കൂടെ പോകുമ്പോൾ അനേകരതി കാണും. അതിന്റെ അവസാനം എങ്ങനെ അറിയാമല്ലോ, ബൈബിൾ പറയുന്നുണ്ടല്ലോ, ഇടുക്ക് വഴി കൂടെ പോകുന്നവന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാണെങ്കിലും അതിന്റെ അവസാനം നന്മയായിരിക്കും. എന്ന് വെച്ചാൽ അനുഗ്രഹം ശാപം. എന്റെ പൊന്നച്ചായ, അതാണ് ഒറ്റ സിമ്പിളേ ഉള്ളൂ. അവനവന്റെ കയ്യിലിരിപ്പ് വെച്ച് നന്മയും തിന്മയൊക്കെ അവനവന്റെ കയ്യിലിരിപ്പ് വെച്ചാ അവനവന്റെ അത് നോക്കുക. അതിന് ഈ വൃത്തികെട്ടന്മാർ ഇവന്മാരുടെ കൂട്ടായ്മ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവന്മാരുടെ കൂട്ടായ്മയാണ് ഒരു മനുഷ്യൻ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി, മനുഷ്യനെ ദൈവത്തെ അറിയാൻ. ഒന്നും ആവശ്യമില്ല. ഇവന്മാർ നിങ്ങളെ പിടുങ്ങി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് നടക്കുന്ന വ്യഭിചാരത്തിനും പണം പിടുങ്ങലും നടക്കുന്ന കുറെ ആഭാസ കൂട്ടങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. സംസാരിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ കൊല്ലം ജില്ലാ കുട്ടക്കാരനാണ്. ഇനി ഞാനിത് ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. കേൾക്കണം. കേട്ടിട്ട് വിശ്വാസം ഞാൻ പിന്മാറത്തില്ല അവസാനത്തോളം. ഈ പാസ് പിന്മാറുകയെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും പിന്മാറുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് പിന്മാറുക എന്നല്ല അദ്ദേഹം പറയുന്നത്. ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിച്ച് ഈ ആഭാസന്മാര് ക്രിസ്തുവിനെ വിറ്റുനിൽക്കുന്ന ഈ കാട്ടുകള്ളന്മാരുടെ പൈശാചിക പന്നിക്കൂടുകളിൽ നിന്നും രക്ഷപ്പെടുക എന്ന് അദ്ദേഹം പറയുന്നത്. ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം പറയുന്നില്ല. ജയിച്ച് മുന്നേറുന്ന കൂട്ടത്തിലായിരിക്കണം ഞങ്ങള് അതാ പറഞ്ഞത്. ജയിച്ച് മുന്നേറുക എന്ന് പറഞ്ഞാൽ ഇവന് ഈ പാസ്റ്റർക്ക് സ്വത്രം പറയുകയോ അവന് സൂത്ര കാഴ്ച കൊടുക്കുകയും ചെയ്യുന്നതല്ല ജയിച്ച്. ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഈ പറഞ്ഞതല്ല, നിനക്കുള്ളതേയും പറ്റും നിന്റെ ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എന്റെ പാത പിന്തുടരാൻ പറഞ്ഞ കർത്താവിനെ നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റണം. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നാലാകുന്നത് വീടും പണിത് എല്ലാ സുഖ സൗകര്യങ്ങളും ആയി. എന്നിട്ട് ചില കാര്യങ്ങൾ ഞാൻ ആഭരണം ഉപയോഗിക്കത്തില്ല, പക്ഷേ ഞാൻ പോത്തിറച്ചി തിന്നും. ഞാന് ഉപവാസം കർത്താവ് നോക്കുമ്പോൾ നോക്കത്തില്ല. വെള്ളിയാഴ്ച രാവിലെ ഉപവാസം നോക്കിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ മട്ടറും പുട്ടും തട്ടും. ഈ പരിപാടികൾ ഒക്കെ ഉപേക്ഷിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 2 നിലപാടും കേട്ടാ എനിക്ക് മനസ്സിന് സന്തോഷമുള്ളൂ, ദുഃഖമില്ല. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.